ഇന്ത്യയെ പോലെ തന്നെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ കോൺഗ്രസിനും രാജ്യത്തിനും അബദ്ധമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് നിഷ്കളങ്കരായിട്ടുള്ള നേതാക്കന്മാരെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തി ഏത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കെ സുധാകരൻ്റെ പേര് തെറ്റിച്ച് KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ എന്ന് പറഞ്ഞയാളാണ് ഈ ആന്റോ ആന്റണി എന്ന് പറയുന്നത്. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ, അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പൊതുസമൂഹം ഒന്നടങ്കം എതിർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടതാണ്. റോബർട്ട് വധേരയ്ക്ക് കേരളത്തിൽ ഒരുപാട് ബിസിനസ് ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ബാക്കിപത്രമാണ് ആന്റോ ആന്റണിയുടെ KPCC പ്രസിഡന്റ് സ്ഥാനം. ഏവർക്കും വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. സിബിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ ലൂസിഫർ ആവട്ടെ, എമ്പുരാൻ ആവട്ടെ, ആ സിനിമകളിലൊക്കെ ഏറെക്കുറെ കോൺഗ്രസിനെയാണ് ആ സിനിമകളിലൊക്കെ പ്രമേയമാക്കിയിട്ടുള്ളത്. അതിനകത്ത് പുറത്തുനിന്ന് ഒരാൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നതും കോൺഗ്രസിൻ്റെ പല കാര്യങ്ങളും ഇടപെടുന്നതൊക്കെയാണ് ഈ സിനിമകളിലേക്ക് ഏറെക്കുറെ ഇതിവൃത്തം. ഇന്നിപ്പോൾ സംസ്ഥാന കോൺഗ്രസിലും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റിനെ നിർണ്ണയിക്കുന്നത് ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എങ്ങനെയാണ് അതിനോട് അങ്ങയുടെ ഒരു നിരീക്ഷണം? കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അവകാശപ്പെടുന്ന, ഇന്ത്യയെ പോലെ തന്നെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് ചില ആളുകൾ വരുന്നു. നെഹ്റു കുടുംബവുമായിട്ട് കോൺഗ്രസ്സിന് ഒരുപാട് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഉള്ള കരുത്തനായ ഒരു പ്രധാനമന്ത്രി, അതിനുശേഷം ഇന്ദിരാഗാന്ധിയെ പോലെ പ്രഗത്ഭമതിയായിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, അതിനുശേഷം ശ്രീ രാജീവ് ഗാന്ധി, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയും ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണിട്ടുള്ള ഒരു ദേശീയ നേതാവാണ്. ഇവരൊക്കെ എങ്ങനെ കോൺഗ്രസിൽ സ്വീകാര്യതയുള്ള നേതാക്കന്മാരായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരം വെച്ചു പുലർത്തുന്ന ആളുകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്, നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു ആശയം ഊട്ടിയുറപ്പിച്ചുകൊണ്ട്, മനസ്സിലാക്കുക, ഒറീസയിൽ നിന്നുള്ള നന്ദിനി സപ്തതി, അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്നുള്ള ജഗ്ജീവൻ റാം, കേരളത്തിൽ നിന്നുള്ള K കരുണാകരൻ, ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രബലരായിട്ടുള്ള, പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുവാനും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തീരുമാനമെടുക്കുവാനും ശേഷിയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം അത് രാജീവ് ഗാന്ധിയും അതേപടി തന്നെ പിന്തുടർന്നു. അതിനുശേഷം സോണിയാഗാന്ധിയും ഒരു പരിധിവരെ ആ ഒരു നയം പിന്തുടർന്നിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കും കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഏറെ സ്നേഹമുള്ള, ഏറെ സ്വീകാര്യതയുള്ള നേതാക്കന്മാരാണ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും. പക്ഷേ അവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ കോൺഗ്രസിനും രാജ്യത്തിനും അബദ്ധമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ല എങ്കിൽ ഈ രണ്ട് നിഷ്കളങ്കരായിട്ടുള്ള നേതാക്കന്മാരെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തി ഏത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ആന്റോ ആന്റണിയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിച്ച ഒരു തീരുമാനം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ, അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, പൊതുസമൂഹം ഒന്നടങ്കം എതിർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടതാണ്. ഇവിടെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാതെ പോകാൻ വയ്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ നേരിട്ട് പങ്കാളിയായിട്ടുള്ള ആളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ കണ്ടു വളർന്ന നേതാവാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയോടൊപ്പം വളർന്നു വന്നയാളാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയോടൊപ്പം ജീവിച്ചയാളാണ് സോണിയാഗാന്ധി. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ചേർന്നിരുന്നെടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ മുഖസ്തുതി പറയുന്നവർ മാത്രമേ ആ ഒരു കമ്മിറ്റിയിൽ ഉള്ളൂവെങ്കിൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഈ പാർട്ടിയിൽ ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കുന്നവരുള്ള തീരുമാനം ഇനിയും ഉണ്ടാകുമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം വേണമെന്നുള്ളത് ഒരു പൊതുവികാരമാണ്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും ഒട്ടുമിക്ക പ്രവർത്തകരുമല്ല, ഒരു KS ബ്രിഗേഡ് എന്ന് പറയുന്ന കേസ് തന്നെ വലിയ ആവേശമായി കാണുന്ന കുറച്ച് ആളുകളല്ലാതെ ബാക്കി എല്ലാവരും KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ആഗ്രഹിക്കും. ഇപ്പൊ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് K സുധാകരൻ ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ ആയിരുന്നു. അതായത് പിണറായിയെ നേർക്കുനേർ നേരിടുന്ന ഒരാളെന്നുള്ള ഒരു കരുത്ത്
സുധാകരൻ ഒരു പോസിറ്റീവായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒരു 10 വർഷം മുമ്പൊക്കെ ആക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസിനൊരു ഇന്ന് കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ ഒരു ബാല്യമൊന്നും സുധാകരനില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതെ, അപ്പോഴും കെ സുധാകരന് പകരം മറ്റൊരാളെ കണ്ടെത്തുമ്പോൾ ആന്റോ ആന്റണി എങ്ങനെ അവിടേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായ ഒന്നായി നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? ആന്റോ ആന്റണിയെ KPCCയുടെ പ്രസിഡന്റായി നിയമിക്കാനുള്ള തീരുമാനം അത് എവിടെ നിന്നുണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഞാൻ കുറച്ചു മുമ്പ് കാര്യങ്ങൾ പറഞ്ഞു വന്നത്. നേരത്തെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ ഒക്കെ കാലഘട്ടം വരെ കപിൽ സിബല്, അതോടൊപ്പം തന്നെ ഗുലാം നബി ആസാദ്, ഈ പറഞ്ഞ K കരുണാകരൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഹൈക്കമാൻഡിന്റെ ഭാഗമായിരുന്നു. പക്ഷെ ഇന്ന് മുഖസ്തുതി പാടുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹൈക്കമാൻഡായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിമർശിക്കപ്പെടുന്നവർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഹ്റു കുടുംബത്തോടുള്ള ഇന്ത്യൻ ജനതയുടെ സ്നേഹമാണ്, ഒരു വാത്സല്യമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിമർശനങ്ങളെയും അതോടൊപ്പം തന്നെ അനുകൂലിച്ചുള്ള അഭിപ്രായങ്ങളെയും ഒക്കെ വിവിധ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചു കൊണ്ടുപോയതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ആളുകളുടെ മാത്രം അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് തങ്ങളുടെ മുഖസ്തുതി മാത്രം പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൈക്കമാൻഡാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് കരുതുന്നു ചില കോൺഗ്രസ്സുകാരെങ്കിലും. അത് കൂടാതെ തന്നെ ഈ വിമർശിക്കുന്നവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ആന്റോ ആന്റണിക്ക് KPCCയെ നയിക്കാനുള്ള കരുത്തുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്ന ഒരാളാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് ഒരു കാരണവശാലും KPCCയുടെ പ്രസിഡന്റ് ആവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നേതാവല്ല ആന്റോ ആന്റണി എന്നുള്ള ഇതിൽ 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആന്റോ ആന്റണിയെ ഇവിടെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? UDFന്റെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് കണ്ടിട്ടുണ്ടോ? പത്തനംതിട്ടയുടെ MP ആയിട്ടിരിക്കുന്ന ആളാണ് ആന്റോ ആന്റണി. ഈ ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ പാർട്ടി സംവിധാനങ്ങളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയുള്ള ഒരു ആന്റോ ആന്റണി സംസ്ഥാനത്തെ KPCCയുടെ പ്രസിഡന്റായിട്ട് വരുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതായത് KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ നയിച്ചിട്ടുള്ള സമരാഗ്നിയിൽ K സുധാകരന്റെ പേര് തെറ്റിച്ച് KPCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ K സുരേന്ദ്രൻ എന്ന് പറഞ്ഞയാളാണ് ഈ ആന്റോ ആന്റണി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ KPCCയുടെ തലപ്പത്തേക്ക് വരുന്നത് തികച്ചും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. കോൺഗ്രസിനകത്ത് ഉള്ളതുപോലെയുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റ് ഒരു പാർട്ടിക്കകത്തും ലഭിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത മനസ്സിലാക്കാതെയാണ് ഇന്നത്തെ ചില ഹൈക്കമാൻഡുമാരുടെ പ്രവർത്തനം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ വിധേയത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പം മോഹൻലാലിനോട് ആന്റണി പെരുമ്പാവൂരൊക്കെ ഉള്ളൊരു വിധേയത്വം, അതൊരു ബിസിനസ് വിധേയത്വമാണ്. പക്ഷെ അതുപോലെയുള്ള ആളുകളെ ഒന്നുമല്ല രാഹുൽ ഗാന്ധി ചേർത്ത് പിടിക്കേണ്ടത്. കാരണം തന്നോട് പൂർണ്ണമായിട്ടും വിധേയത്വം പുലർത്തുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മുമ്പോട്ട് പോകുന്നത് എങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ട് മാറുന്ന ആളുകൾ വ്യക്തമാണ്. പക്ഷെ ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി രാഹുലിന് പകരം പ്രിയങ്ക കേരളത്തിലേക്ക് വരുന്നു, വയനാടിന്റെ MP ആകുന്നു. പ്രിയങ്കയുടെ ഭർത്താവ് ബിസിനസ്സുകാരനായ റോബോട്ട് വാദ്ര സംസ്ഥാനത്ത് ചില വേരുകൾ അദ്ദേഹത്തിനുള്ളതായിട്ട് കേൾക്കുന്നു. അദ്ദേഹത്തിന് ഈ ആന്റോ ആന്റണിയുടെ ഈ KPCC അധ്യക്ഷ കടന്നുവരവ് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകും? അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ബാക്കിപത്രമാണ് ആന്റോ ആന്റണിയുടെ KPCC പ്രസിഡന്റ് സ്ഥാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വരുമോ വരികില്ലയോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അവകാശം ഉന്നയിക്കാൻ ഒരു KPCC പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ചിലരുടെയൊക്കെ തീരുമാനങ്ങളാണ്. റോബർട്ട് വദ്രയെ സംബന്ധിച്ച് റോബർട്ട് വദ്രയ്ക്ക് കേരളത്തിൽ ഒരുപാട് ബിസിനസ് ബന്ധങ്ങളുണ്ട്. DLF എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ബ്രാൻഡാണ്. അതുകൂടാതെ മറ്റ് ചില ബിസിനസ് ബന്ധങ്ങളും അദ്ദേഹത്തിന് കേരളത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ചില പാർലമെന്ററി മോഹങ്ങളും കയറി കൂടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു സീറ്റ് സംഘടിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. അന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കാത്ത ഒരു KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് കേരളമാണ് എന്ന് മാത്രം അദ്ദേഹം ഓർക്കണം. ഈ നോർത്ത് ഇന്ത്യൻ സംസ്കാരമൊക്കെ വെച്ച് നോർത്ത് ഇന്ത്യയിൽ പണം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഏത് സ്ഥാനവും ലഭിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അത് BJPയിലായാലും ശരിയാണ്, ഏത് പാർട്ടിയിലാണെങ്കിലും ശരിയാണ്, അങ്ങനെ ലഭിക്കുന്ന രീതിയുണ്ട്. അതേ രീതിയിൽ കേരളത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ
പ്രതികരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് തിരിച്ചടിയാകും എന്നുള്ള കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രിയങ്ക ഗാന്ധിയോടും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയോടും ഈ രാജ്യം കാണിക്കുന്ന സ്നേഹം എന്തുകൊണ്ടാണ്? അത് ജവഹർലാൽ നെഹ്റുവിനോടും ഇന്ദിരാഗാന്ധിയോടും രാജീവ് ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഒക്കെ ഉള്ളൊരു സ്നേഹമാണ്. ആ സ്നേഹത്തെ അതേ രീതിയിൽ കാണാതെ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം പറയുന്നവരെ, ഇപ്പൊ ശശി തരൂരിന്റെ തന്നെ കാര്യം അറിയാം. ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗമാക്കിയെങ്കിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന അവഗണന നമ്മുടെ കൺമുമ്പിലുണ്ട്. അത് നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹം 1000 വോട്ട് നേടി. അപ്പോ കോൺഗ്രസിനകത്ത് ഹൈക്കമാൻഡിനെതിരെ വിരുദ്ധ അഭിപ്രായമുള്ള 1000 വോട്ടുകളുണ്ടെന്ന് നമുക്ക് കരുതണം. ആ 1000 വോട്ടുകൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഈ 1000 വോട്ടുകൾ പുറത്തേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയാണ് കോൺഗ്രസിന്റെ വിശാലമായ ഒരു സംസ്കാരം അത് ഉൾക്കൊള്ളാനായിട്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തയ്യാറാവണം. ഈ 1000 പേരെന്ന് പറയുന്നത് പ്രവർത്തകരല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിലുള്ള 1000 പിന്തുണ എന്ന് പറയുമ്പോൾ വളരെ അതിനകത്ത് MLA-മാരുണ്ട്, MP-മാരുണ്ട്, ഉന്നതമായ AICC-യുടെ പോലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഇന്ന് ഏറെക്കുറെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയാണ്. അദ്ദേഹം കരുത്തനായ ഒരു നേതാവാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് കഷ്ടപ്പെട്ട് പടപൊരുതി ഇന്ന് കാണുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തി. പക്ഷെ അദ്ദേഹമാണോ കോൺഗ്രസിനെ നയിക്കുന്നത് എന്നുള്ളതൊരു കൃത്യമായ ചോദ്യം. അതൊരു വലിയ ചോദ്യമാണ്. പലർക്കും സംശയങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. പല PCC-കളുടെയും അധ്യക്ഷന്മാർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറുന്ന രീതിയുണ്ട്. നമ്മൾ ഇന്നലത്തെ ചർച്ചയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമാണ്. പഞ്ചാബിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ മാറ്റി അവിടെ സിദ്ധുവിന്റെ വാക്കുകൾ കേട്ടു. അവിടെ കോൺഗ്രസ് തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിലും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് നാളെ തോന്നും. എത്രയോ നേതാക്കന്മാർ, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സച്ചിൻ പൈലറ്റിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് കേൾക്കാനുണ്ടോ? അദ്ദേഹം എത്ര കരുത്തനായ ഒരു നേതാവായിട്ട് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു നേതാവല്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും അഡ്രസ്സ് ഉണ്ടോ? അങ്ങനെ ഹൈക്കമാൻഡുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് ഹൈക്കമാൻഡിനെതിരെ വിരൽ ചൂണ്ടുന്നവരെ ശത്രുവായിട്ട് കാണുന്ന പ്രവണത, അത് ഗാന്ധി കുടുംബത്തിന് ചേർന്നതല്ല. അത് അങ്ങനെയല്ല. അത് വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നവരെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സംസ്കാരമാണ് ഗാന്ധി കുടുംബത്തിൻ്റെ എന്ന് പറയുന്നത്. അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പൊതുവികാരമാണ്. അത് വിവിധ സംസ്കാരങ്ങൾ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് നാനത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ തന്നെ കാരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹൈക്കമാൻഡ് മാറേണ്ടതായിട്ടുണ്ട്. ഹൈക്കമാൻഡിൻ്റെ പല തീരുമാനങ്ങളും തെറ്റായിട്ടാണ് വരുന്നത് എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വിധേയത്വം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിനുള്ളിലുള്ള ആളുകളുടെ വിധേയത്വം അത് ഹൈക്കമാൻഡിനെ അപകടത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുക. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, മറ്റേ ആന്റണി പെരുമ്പാവൂരിന് മോഹൻലാലിനോടുള്ളൊരു വിധേയത്വമല്ല ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാവേണ്ടത്. അത് ബിസിനസ്സാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് അതിനകത്ത് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഏകീകരിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം.